പത്തനംതിട്ടയിൽ റാന്നിയിൽ പ്രളയ സമാന സാഹചര്യം. റാന്നി ടൗൺ ഒറ്റപ്പെട്ട നിലയിൽ. കടകളിലും വീടുകളിലും വെള്ളം കയറി. ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് തുടരുകയാണ്. തണ്ണിത്തോട് തൂമ്പക്കുളത്ത് ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. തേക്കുതോട് തണ്ണിത്തോട് ഭാഗങ്ങളിൽ വെള്ളം കയറി. മരങ്ങൾ കടപുഴകി. ജനവാസ മേഖലയിൽ വെള്ളം കയറി. മൂഴിയാർ ഗവി റൂട്ടിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ശ്രീരാജ് ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീരാജ്, ഈ മഴയിൽ വലിയ തരത്തിലുള്ള നാശനഷ്ടമാണ് പത്തനംതിട്ടയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യം നമുക്കറിയാം. 2018 ഈ പ്രളയം ഉണ്ടായപ്പോൾ പത്തനംതിട്ടയെ എത്രമാത്രം അത് പിടിച്ചുലച്ചു എന്നുള്ളതാണ്. സമാനമായിട്ട് ഇപ്പോൾ റാന്നി ടൗൺ അടക്കമുള്ള അവിടെ വെള്ളം കയറിയിരിക്കുകയാണ് എന്നതാണ് അവിടെ നിന്നും ഉള്ള വിവരങ്ങൾ. നിലവിൽ ഇപ്പോഴും അവിടെ മഴയുണ്ടോ? അതുപോലെ തന്നെ ഉരുൾപൊട്ടിയതായിട്ടുള്ള സംശയം അടക്കമുണ്ടല്ലോ. ഏത് രീതിയിലാണ് ഇപ്പോൾ അവിടെ സജ്ജമായിരിക്കുന്നത്? ബന്ധപ്പെട്ട അധികൃതർ എന്താണ് പറയുന്നത്? സ്വാതി, ഈ അല്പസമയമായി മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇത് നേരത്തെ നമ്മളിവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഈ വീടിൻ്റെ ഇത്രത്തോളം ഉയരെ വെള്ളമില്ലായിരുന്നു. മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വെള്ളത്തിൻ്റെ ജലനിരപ്പിൽ കാര്യമായ താഴ്ച സംഭവിക്കുന്നില്ല. വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യം. MLA ഉണ്ട്. ചേട്ടാ, ഈ വെള്ളം ഇങ്ങനെ കൂടുകയാണല്ലോ. അല്ല, മഴ ഇപ്പോൾ ഒന്ന് നിന്നു കരുതി ഈ വെള്ളം താഴുന്നില്ല, വെള്ളം കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം നല്ല അടിയൊഴുക്ക് നദികളുണ്ടെന്നുള്ളതാണ്. നദികൾ കൈത്തോടിൽ നിന്ന് വന്നാണ് ഇവിടെ എല്ലാം ഈ വെള്ളം കയറുന്നത്. അപ്പോൾ കിഴക്കൻ മലയോര പ്രദേശത്ത് ഇപ്പോൾ ഒരു പെയ്ത്ത് നിന്നിട്ടുണ്ട്, മഴ പെയ്ത്ത് നിന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഗുണം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇനി മഴ പെയ്യാതിരിക്കണം. അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പിന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കണം. കോന്നി നിയോജകമണ്ഡലത്തിന് സീതത്തോട് പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിൽ ചെറിയ തോതിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുമെന്ന് കേൾക്കുന്നുണ്ട്. അതൊക്കെ വന്നാൽ വീണ്ടും നമ്മുടെ ആശങ്ക ഉയരും. അപ്പോൾ ഇപ്പോഴും ഭീതിയാകുന്നു എന്ന് പറയാൻ കഴിയത്തില്ല. ഇപ്പോഴും ആശങ്കയിലാണ്. ഇപ്പോഴും നമുക്ക് കുറേയേറെ ആൾക്കാരെ ഈ പ്രദേശത്ത് കണ്ടില്ലേ, ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ധാരാളം ആൾക്ക് കുടുങ്ങി കിടക്കുകയാണ്. അവരെ എല്ലാം രക്ഷപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ ആളുകൾ പറയുന്നത് പ്രളയ സമാനമായ സാഹചര്യം 2018 സമാനമായ സാഹചര്യമാണുള്ളതെന്നാണ്. തീർച്ചയായിട്ടും 2018 സംഭവിച്ചതിൻ്റെ ഒരു തുടർച്ചയാണ്. അതേ രീതിയിലാണ് സംഭവിച്ചിട്ടുള്ളത്. അന്ന് ഇപ്പോൾ ഡാം കൂടി തുറന്നു വിട്ടിരുന്നെങ്കിൽ വലിയ കാഷ്വാലിറ്റി റാന്നിയിലുണ്ടാകുമായിരുന്നു. എന്നാലും ഭാഗ്യവശാൽ അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു 2018 പ്രളയത്തിൻ്റെ അതേ ഭീതിയും അതേ അന്തരീക്ഷവുമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഭീതി അകന്നിട്ടില്ല. വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കണ്ടറിയാം, ഇട്ടിയപ്പാറ ടൗൺ കംപ്ലീറ്റ് വെള്ളത്തിലായിരിക്കുകയാണ്. അപ്പോൾ മഴ നിന്നിട്ട് ഒരു മണിക്കൂറോളമായി. പക്ഷെ എന്നിട്ടും 1 ഇഞ്ച് പോലും വെള്ളം താഴോട്ട് പോകുന്നില്ല. അപ്പോൾ അത് ഭീതി തന്നെയാണ്. ഇപ്പോഴും അന്തരീക്ഷം ഭീതിയിലാണ്. ഈ മണിയാർ ഡാമിൻ്റെ ഷട്ടറുകളുടെ നിർമ്മാണം ഇങ്ങനെ പൂർത്തിയാകാതെ നിൽക്കുന്നത് ഈ ഇത്രത്തോളം വെള്ളം ഉയരുന്നതിന് ഒരു കാരണമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. മണിയാർ ഡാം 2-2.5 വർഷമായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്ത് നടക്കുന്നത് ആർക്കും അറിയില്ല. ഒരു സ്വകാര്യ കമ്പനിക്ക് പാട്ടത്തിന് കൊടുത്ത് പാട്ട കാലാവധി കഴിഞ്ഞും അവർ തിരിച്ചു വാങ്ങാതെ അവർ വൈദ്യുതി ഉൽപ്പാദനം നടത്തിയിട്ട് അവർ പോകുന്ന പോക്കിൽ ഒരു അടച്ചിട്ട് പോയിരിക്കുകയാണ്. ഡാം തുറന്നിട്ടിരിക്കുകയാണ്. ആ ഡാം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അതെല്ലാം പ്രശ്നം. അത് മാത്രമല്ല, പല പ്രശ്നങ്ങളുണ്ട്. ഈ പ്രളയത്തിന് അടിസ്ഥാനമായ പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തും. പ്രളയത്തിൽ നിന്ന് പഠിച്ചില്ല എന്ന് തോന്നുന്നു. 2018 പ്രളയത്തിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല. ആദ്യാക്ഷരം പോലും പഠിച്ചിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. ഒരു മുൻകരുതലുമില്ല. അപ്പോൾ അത് പോരാ. റാന്നിയെ ഒരു റെഡ് സോണായി കണ്ട് റാന്നിയിലെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരെ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോകുക അല്ലാതെ യാതൊരു മാർഗവുമില്ല. ഒരു ചെറിയ മഴ പെയ്താൽ റാന്നി അപ്പാടെ ഇവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആളുകളെ മാറ്റുന്ന നടപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബോട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആൾക്കാരെ ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫോണിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ്, പലയിടങ്ങളിലും ആളുകൾ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. മഴ നിന്നിട്ടുണ്ടെങ്കിൽ പോലും വെള്ളത്തിന് കുറവുണ്ടാകുന്നില്ല. ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഇനിയും മഴ തോർന്നു നിൽക്കുകയും മലപ്രദേശത്ത് മഴ മാറി നിൽക്കുകയും ചെയ്താൽ മാത്രമേ ഈ വെള്ളത്തിൽ ഒരു കുറവുണ്ടാവുകയുള്ളൂ. പല വീടുകളും ഇത്തരത്തിൽ കോന്നിയുടെയും റാന്നിയുടെയും പല ഇടങ്ങളിലും വീടുകൾക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആളുകൾ അവിടെ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. നേരത്തെ ഈ റെസ്ക്യൂ ജീവനക്കാർ അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ആളുകൾ പലപ്പോഴും അവിടെ നിന്നും പുറത്തേക്ക് വരാൻ ഒരു മടി കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഈ റെസ്ക്യൂവിന് വേണ്ടിയിട്ട് എത്തുന്ന ആളുകൾ പറയുന്ന നിർദ്ദേശങ്ങൾ അവർ പാലിക്കണം. അത് കേട്ട് അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരണം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ഈ ടൗണിൻ്റെ ഏറെ മുകളിലേക്ക് തന്നെ ഈ വെള്ളം എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ നമ്മളിവിടെ ഉണ്ട്. ആ സമയത്തൊന്നും തന്നെ
ഈ റോഡിൻ്റെ ഈ ഭാഗത്ത് വരെയും വെള്ളം ഉണ്ടായിരുന്നില്ല. ഓരോ നിമിഷം കഴിയും തോറും ഈ വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. പലരെയും റെസ്ക്യൂ ഓപ്പറേറ്റർമാർ എത്തി ഇവരെ പുറത്ത് എത്തിക്കുന്നുണ്ട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ഇവരെ പുറത്തെത്തിക്കുന്നുണ്ട്. പക്ഷേ പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമുള്ളത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അതുതന്നെയായിരുന്നു നേരത്തെ MLA പറഞ്ഞതും. കോന്നിയിലും സമാനമായിട്ട് തന്നെയാണ് സാഹചര്യം. ഇപ്പോൾ നമ്മളുള്ളത് റാന്നിയിലാണ്. കോന്നിയിലും സമാനമായ സാഹചര്യമാണ്. പലയിടങ്ങളിലും ഇത്തരത്തിൽ മഴക്കെടുതിയും അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കവും അനുഭവപ്പെടുന്നുണ്ട്. സ്വാതി. അതെ ശ്രീരാജ്, പത്തനംതിട്ടയിൽ റാന്നിയിലും കോന്നിയിലും അടക്കം ഈ വലിയ തരത്തിലുള്ള വെള്ളപ്പൊക്കമുണ്ട്, മഴക്കെടുതിയുണ്ട്. റാന്നിയിൽ പ്രളയ സമാന സാഹചര്യമാണ്. വീടുകൾക്ക് ഉള്ളിലേക്കൊക്കെ വെള്ളം കയറി, വീടുകളൊക്കെ അത്തരത്തിൽ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ നിലവിൽ മഴ മാറി നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും വലിയ തരത്തിലുള്ള ആശങ്ക അവിടെയും നിലനിൽക്കുന്നു. ആ വിവരങ്ങളാണ് ശ്രീരാജ് നൽകിയത്.